രാവിലെ എഴുന്നേറ്റപ്പം അടിപൊളി മഴ. കുറച്ചേരം മഴയൊക്കെ നോക്കിയിരുന്നിട്ട് ഞാൻ പിന്നെയും പോയി കിടന്നുറങ്ങി. കാരണം നമ്മൾ വെക്കേഷൻ വന്നതാണല്ലോ, എന്തിനാ വെറുതെ രാവിലെ എഴുന്നേറ്റിരിക്കണമെന്ന് വിചാരിച്ച് കുറച്ചേരം പോയി കിടന്ന് പിന്നെ ഉറങ്ങി. ഹലോ ഫ്രണ്ട്സ്, അപ്പം നമ്മൾ ഇന്നലെ ഇവിടെ വന്ന് സ്റ്റേ ചെയ്യുമായിരുന്നല്ലോ. ഫുഡെല്ലാം കഴിച്ച് നല്ല ടയർഡായിട്ടാണ് കിടന്നത്. ഇന്ന് നമ്മൾ ലേറ്റായിട്ടാണ് എഴുന്നേറ്റത്. വെക്കേഷൻ ആണല്ലോ, അപ്പോൾ നമ്മൾ കുറച്ച് റെസ്റ്റ് ചെയ്ത് പീസ്ഫുൾ ആക്കാനാണല്ലോ നോക്കുന്നത്. അപ്പോൾ 8:30 എഴുന്നേറ്റപ്പം എഴുന്നേറ്റ് എല്ലാവരും വിളിച്ചെന്നിപ്പിക്കുകയോ ചെയ്തത്. അങ്ങനെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞു. നമ്മൾ പയ്യെ ഇറങ്ങാൻ തുടങ്ങുവാണ്. നമ്മൾ തന്നെ കുക്ക് ചെയ്യുക കേട്ടോ, എല്ലാം പ്രശ്നം ചെയ്യുന്നത് ബ്രെഡ് ഓംലെറ്റ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ കഴിക്കുക ചെയ്തത്. അപ്പോൾ നമ്മൾ അതെല്ലാം കഴിഞ്ഞു. നമ്മൾ പയ്യെ ഇറങ്ങുക. ഇന്ന് നമ്മൾ ഷെഫീൽഡും ഇവിടുത്തെ സിറ്റിയും അവിടുത്തെ കാറ്റാറ്റിലെ പിന്നെ മ്യൂസിയം ഒക്കെ ഉണ്ടെന്ന് ചേട്ടൻ പറഞ്ഞിട്ടോ. ചുമ്മാ നടക്കാം എന്ന് വിചാരിച്ചു. ഇന്ന് ഒത്തിരി ഇതൊന്നും എടുക്കുന്നില്ല. പിന്നെ നാളെ നമ്മൾ തിരിച്ചു പോകണമല്ലോ. വെക്കേഷൻ ഒരുപാട് സ്ട്രെസ്ഫുള്ളും ഇല്ലെങ്കിൽ ഇങ്ങനെ എല്ലാം കാണാൻ വേണ്ടി ഓടി നടന്നിട്ടുണ്ടെങ്കിൽ നമുക്കും ടയേർഡ് തന്നെ ആവത്തേ ഉള്ളൂ ബോഡി. നമുക്കൊരു വെക്കേഷൻ ഫീലൊന്നും ചെയ്യത്തില്ല. അപ്പം നമ്മളത് കാണാൻ വേണ്ടി ഇറങ്ങും. അപ്പം നിങ്ങളെയും കാണിച്ചു തരാം ഷെഫീൽഡ് സിറ്റിയും അവിടുത്തെ വിശേഷങ്ങൾ ഒക്കെ. അപ്പം വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ തൊടുപുഴക്കാരി. അങ്ങനെ റെഡിയായി. നമ്മൾ പയ്യെ സിറ്റി സെൻറ്റർ കാണാൻ വേണ്ടി. നല്ല ചൂടുണ്ട്, അതുകൊണ്ട് തന്നെ എന്തോ ഒരു വലിയ പൊക്കച്ചിൽ പോലെ ഒക്കെ നടക്കുന്നു. ഇന്ന് മൊത്തം നടപ്പായിരിക്കും. അയ്യോ, നമ്മളിന്ന് ആദ്യം പോകുന്നത് ഷെഫീൽഡ് കത്തീഡ്രൽ കാണാനാണ്. ഇവിടെ എല്ലാ മെയിൻ സിറ്റിയിലും ഒരു കത്തീഡ്രൽ കാണും കേട്ടോ. അത് കാണാനും നല്ല ഭംഗിയാണ്. ആർക്കിടെക്ചർ വൈസ് ആണെങ്കിലും പെയിൻറ്റിങ് വൈസ് ആണെങ്കിലും ഒരുപാട് ഹിസ്റ്ററീസും കാര്യങ്ങളൊക്കെ അതിനകത്തുണ്ട്. പിന്നെ ഇതെല്ലാം ബിൽഡ് ചെയ്തേക്കുന്ന 11th സെഞ്ചുറി അല്ലെങ്കിൽ 12th സെഞ്ചുറി അത്രയും പഴയതായിരിക്കും കേട്ടോ. ഇപ്പോൾ നമ്മൾ പോകുന്ന കത്തീഡ്രൽ 11th സെഞ്ചുറിയിൽ ബിൽഡ് ചെയ്തതാണ്. ആ ബിൽഡ് ചെയ്ത സമയത്ത് അവരൊരു വുഡ് വെച്ചിട്ടായിരുന്നു, മീൻസ് കൺസ്ട്രക്ഷൻ ഫുള്ളും വുഡ് വെച്ചിട്ടായിരുന്നു. അത് 12th സെഞ്ചുറി ആയപ്പോഴത്തേക്കും ഇപ്പോൾ കാണുന്ന രീതിയിൽ സ്റ്റോൺ സ്ട്രക്ചറായിട്ട് അവർ മാറ്റിയെടുത്തിട്ടുണ്ട്. പിന്നെ എനിക്ക് ഈ കത്തീഡ്രൽ മാത്രമല്ല, അമ്പലമാണേലും പള്ളിയാണേലും എവിടെയാണേലും പോയിരിക്കാൻ ഭയങ്കര ഇഷ്ടമാട്ടോ. അവിടുത്തെ വൈബ് അതൊരു വേറെ തന്നെയല്ലേ. അങ്ങനെ കത്തീഡ്രലിലേക്ക് പോകുന്ന വഴിക്കാണ് ഇങ്ങനൊരു സംഭവം കണ്ടത്. ഇവിടെ ഇപ്പം പിള്ളേർക്ക് വെക്കേഷൻ നടക്കുന്ന കാരണം ഏത് സിറ്റി ചെന്നാലും ഇങ്ങനത്തെ സിറ്റി സെൻറ്ററുകളിൽ ഇങ്ങനത്തെ പരിപാടിയൊക്കെ കാണും. എല്ലാവർക്കും എൻജോയ് ചെയ്യാനും പറ്റുന്ന രീതിയിൽ. ഞങ്ങളവിടെ ചെന്നത് പിന്നെ മുമ്പോട്ട് നടക്കത്തില്ല, ഇവിടെ പോവാം, ഈ റൈഡ്സിൽ കാരണം എന്ന് പറഞ്ഞുകൊണ്ട് വഴക്കായി. അപ്പം പിന്നെ കുറച്ച് ഞങ്ങൾ നേരെ നോക്കിയപ്പോൾ അവിടെ താഴെയും കുറേ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു അതൊക്കെ പോയി കാണാം. അവയ്ക്കും കുറച്ചും കൂടെ ഒരു അവനെ ഇനി ഇതിലൊന്നും കയറ്റാതെ നമുക്ക് കൊണ്ടുപോകുന്നതിനെ കുറിച്ച് ചിന്തിക്കുകയേ വേണ്ട. അപ്പം വിചാരിച്ചു നമുക്ക് കുറച്ച് അവനെ അവിടെ കളിക്കാൻ വിടുവോ, അവൻ എന്തെങ്കിലും ആക്ടിവിറ്റീസ് ചെയ്യണമെങ്കിൽ ചെയ്യിക്കാമെന്ന് വിചാരിച്ച് ഞങ്ങൾ പിന്നെ അങ്ങോട്ട് പോയി. ഷെഫീൽഡൊക്കെ കോസ്റ്റൽ ഏരിയ അല്ലാത്തതുകൊണ്ട് ഇവർക്ക് ബീച്ച് ട്രാവലൊക്കെ കുറച്ച് ഡിസ്റ്റൻസ് വൈസ് ആയിരിക്കും കേട്ടോ. എന്നാലും ഒരു 3-4 മണിക്കൂറൊക്കെ എടുക്കത്തുള്ളൂ. അതുകൊണ്ട് തന്നെ സമ്മറൊക്കെ ആകുമ്പം ഇവിടെ എന്തെങ്കിലും ഇങ്ങനെ വാട്ടർ പരിപാടികളോ അല്ലെങ്കിൽ പിള്ളേരെ അട്രാക്ട് ചെയ്യുന്ന രീതിയിലൊക്കെ ഇവിടെ എന്തെങ്കിലുമൊക്കെ വരും കേട്ടോ. മിക്ക സിറ്റിയിലും ഇത് കാണും. കഴിഞ്ഞ വർഷം ഞങ്ങൾ നോട്ടിംഗം പോയപ്പോഴും ഈ സെയിം സെറ്റപ്പിൽ സാധനങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അവിടെ ചെന്ന് ആദ്യം കയറുമെന്ന് പറഞ്ഞൊരു സാധനമാണ് ഈ എയർ ബലൂൺ. എയർ ബലൂൺ എവിടെ കണ്ടാലും വിടത്തില്ല. എനിക്കറിയാൻ പാടില്ല എന്താ ഇതിൻ്റെ അകത്ത് ഇത്ര വലിയ അട്രാക്ഷൻ. അതിൽ കൂടുതൽ നല്ല റൈഡുകളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. പക്ഷെ അവൻ എന്തോ ഇതാണ് ചൂസ് ചെയ്തത്. അങ്ങനെ എയർ ബലൂണിലൊക്കെ കയറി കുറച്ച് നേരം ഞങ്ങൾ ഫൗണ്ടനും അവിടെ ബബിൾസ് വിടുന്നു, ഒരാൾ വലിയ വലിയ ബിഗ് ബബിൾസ് ഒക്കെ വിടുന്നുണ്ടായിരുന്നു. അതെല്ലാം കുറച്ച് നേരം കണ്ട് അവിടെ കുറച്ച് നേരം ഇരുന്ന് കഴിഞ്ഞപ്പം പിന്നെ പറഞ്ഞു അവയ്ക്ക് കാറിൽ കയറണമെന്ന്. പിന്നെ ഞങ്ങൾ കാറിൽ കയറ്റി ഒരു റൈഡൊക്കെ ചെയ്ത് പയ്യെ പിന്നെ നടക്കാൻ തുടങ്ങി. അങ്ങനെ എങ്ങനെയൊക്കെയോ അവനെ അവിടെ നിന്ന് വിളിച്ചിറക്കി വന്നു കഴിഞ്ഞപ്പോഴത്തെ വീണ്ടും ഫ്രണ്ടിൽ റൈഡ്സ്. അവയുടെ നോട്ടവും അട്രാക്ഷനും ഫുൾ അതിലേക്കാട്ടോ. പിന്നെ ഈ കാണുന്ന ബിൽഡിങ് ഇവിടുത്തെ കൗൺസിലാണ്, അതായത് നമ്മുടെ നാട്ടിലെ മുനിസിപ്പാലിറ്റി എന്നൊക്കെ പറയത്തില്ലേ, ആ സെറ്റപ്പാട്ടോ ഇത്. പിന്നെ എൻ്റെ മകനാണെങ്കിൽ പിന്നെ ആ റൈഡിൻ്റെ അടുത്ത് പോയി കുറച്ച് നേരം നോക്കി നിന്നു. പിന്നെ എന്തൊക്കെയോ പറഞ്ഞ് ഐസ്ക്രീം വാങ്ങിച്ചു തരാമെന്നൊക്കെ പറഞ്ഞ് ഞാൻ പയ്യെ അവിടുന്ന് വിളിച്ചിറക്കി കൊണ്ടുപോകുന്നു. പിന്നെ ഈ ഐസ്ക്രീം വണ്ടി കണ്ടപ്പോഴാണ് അവിടുന്ന് പയ്യെ മാറി ഇങ്ങോട്ട് വന്നത്. പിന്നെ അവൻ കാണിച്ചു തരുന്ന ഐസ്ക്രീം പിന്നെ വാങ്ങിച്ചു. അത് വാങ്ങിച്ചു കഴിഞ്ഞപ്പോൾ ഭയങ്കര തണുപ്പാന്നൊക്കെ പറഞ്ഞ് പൊട്ടിച്ചേരാൻ പറഞ്ഞു തന്നോണ്ടിരിക്കുക. അങ്ങനെ ഐസ്ക്രീം ഒക്കെ കഴിച്ചുകൊണ്ട് പയ്യെ നടക്കാൻ തുടങ്ങി. നമ്മളിനി നേരെ പോകുന്ന കത്തീഡ്രലിലേക്കാണ്. അങ്ങനെ നമ്മൾ കത്തീഡ്രലിലെത്തി. ഞാൻ പറഞ്ഞില്ലേ, ഇവിടുത്തെ കത്തീഡ്രൽസ് എല്ലാം കാണാൻ ഭയങ്കര കിടുവാ. ഒരു പ്രത്യേക ഭംഗിയാണ്. ഇതിൻ്റെ അകത്ത് കയറിയിരിക്കാനാണെങ്കിലും ഒരു പ്രത്യേക വൈബാണ്. ഇവിടുത്തെ കത്തീഡ്രൽസ് ഒക്കെ ഇപ്പം ഇതിൻ്റെ ഒരു ചെറിയ പോർഷൻ അവർ കഫേ ആയിട്ടൊക്കെ കൺവേർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ സോഷ്യൽ ഗ്യാതറിങ്ങിന് ഇവരുടെ സ്പേസ് കൊടുക്കുന്നുണ്ട്. പിന്നെ ഡ്രാമ അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ ഇതിൻ്റെ അകത്ത്. കാരണം ഇത് മെയിൻറ്റെയിൻ ചെയ്തു പോകാൻ അവർക്ക് പൈസ വേണമല്ലോ. കൂടാതെ ഇവർ ഡൊണേഷനും വാങ്ങുന്നുണ്ട്.
ഞാൻ അകത്തെ ഭാഗങ്ങളൊന്നും ഷൂട്ട് ചെയ്തിട്ടില്ല, കാരണം എനിക്കതൊരു ഗുഡ് ഫീൽ തരാറില്ല ഒരിക്കലും. കാരണം വർഷിപ്പിന് വേണ്ടിയും ഇല്ലെങ്കിൽ കുറച്ച് പീസ്ഫുൾ മൈൻഡിന് വേണ്ടിയൊക്കെ ആയിരിക്കുമല്ലോ ഇവിടെ വന്ന് മീൻസ് കത്തീഡ്രൽ അങ്ങനെ അമ്പലങ്ങളിലും ഒക്കെ ആൾക്കാർ പോയിരിക്കുന്നത്. അപ്പം അതെനിക്കൊരിക്കലും ഒരു ഗുഡ് ഫീൽ തരാത്തതുകൊണ്ട് ഞാൻ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും എൻകറേജ് ചെയ്യാറില്ല. അങ്ങനെ കുറച്ച് നേരം ഞങ്ങൾ അകത്ത് പോയിരുന്നു. അത് കഴിഞ്ഞിട്ട് നിലത്തല്ല വെളിയിലിറങ്ങി കുറച്ച് അതിൻ്റെ പരിസര ഭാഗങ്ങളൊക്കെ കണ്ടു കേട്ടോ. അതും കാണാനും നല്ല അടിപൊളിയായിരുന്നു. അങ്ങനെ അവിടെ കുറച്ച് നേരം ചുറ്റിപ്പറ്റി നടന്നു. അങ്ങനെ കത്തീഡ്രലൊക്കെ കണ്ടു കഴിഞ്ഞ് നമ്മൾ നമ്മളിനി പോകുന്ന ഫുഡ് കഴിക്കാനാണ്. ഫുഡ് കഴിക്കാനൊക്കെ പോകുമ്പോൾ നമ്മൾ കൂടുതൽ റെസ്റ്റോറൻറ്റ്സ് ഒക്കെ കണ്ടുപിടിക്കുന്ന അജയ് ചേട്ടനാട്ടോ. അവിക്ക് നടക്കാൻ വയ്യാന്ന് പറഞ്ഞുകൊണ്ട് അജയ് ചേട്ടൻ എടുത്തുകൊണ്ട് പോകുന്നത്. നമ്മൾ പോകുന്നത് ഗ്രീൻ കിങ്ങിൻ്റെ ഒരു റെസ്റ്റോറൻറ്റിലേക്കാണ്. റെസ്റ്റോറൻറ്റ്സിലൊക്കെ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിനെ അടക്കിയിരുത്തുക എന്ന് പറഞ്ഞാൽ വമ്പൻ ടാസ്ക്കാണ്. ചില റെസ്റ്റോറൻറ്റ്സിലൊക്കെ അവർ ക്രയോൺസും പേപ്പറും ഒക്കെ തരും. ഇവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയതാണ് ഈ ഗെയിം ബോർഡ്. ഇതെങ്ങനെയാണ് കളിക്കണമെന്നൊന്നും അറിയത്തില്ല, പക്ഷെ അവിനെ അടക്കിയിരുത്താൻ ഇത് മതിയായിരുന്നു. അങ്ങനെ ഫുഡൊക്കെ കഴിഞ്ഞിറങ്ങി കേട്ടോ. നമ്മളിനി പോകുന്നത് ഒരു ഫാം പോലെയുണ്ട്. ഈ എന്താ പറയുക, നമ്മുടെ വളർത്തുന്ന മൃഗങ്ങളും, അതായത് ഹോഴ്സ്, ഷീപ്പ്, അതൊക്കെയുള്ള ഫാമിലിയൊക്കെ. കാരണം ഈ മ്യൂസിയം കത്തീഡ്രലും ഒക്കെ കണ്ട് അവയ്ക്ക് ബോറായി തുടങ്ങിയിട്ടുണ്ട്. അവയാണെങ്കിൽ വഴക്കുണ്ടാക്കാൻ തുടങ്ങി. അപ്പോൾ അതിനൊന്ന് എൻ്റർടൈൻ ചെയ്യണമെങ്കിൽ ഇങ്ങനെ ബേർഡ്സോ ഇല്ലെങ്കിൽ ആനിമൽസോ ഇല്ലെങ്കിൽ എന്തെങ്കിലും ഗെയിമിങ്, അതായത് രാവിലെ കണ്ടുപോലെ എന്തെങ്കിലും കാര്യങ്ങൾ. പിന്നെ ഇവിടെ സമ്മർ ഹോളിഡേ ആയതുകൊണ്ട് ഈ ഗെയിംസിനൊക്കെ നല്ല റേറ്റ് ആട്ടോ. നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും നല്ല റേറ്റാണ്. അപ്പോൾ നമ്മൾ വിചാരിച്ചു ഫാമിലി പോവാം, അതാണെങ്കിൽ കുറച്ച് മൃഗങ്ങളെങ്കിലും കൂടെ കാണുമല്ലോ, അപ്പോൾ പഠിക്കാനുള്ള കാര്യങ്ങൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു. നമ്മൾ അങ്ങോട്ടാ ബസ് സ്റ്റാൻഡിലേക്ക് മീൻസ് ബസ് സ്റ്റോപ്പിലേക്ക് നടന്നുകൊണ്ടിരിക്കട്ടോ. നമ്മൾ ഇവിടുന്ന് പോകുന്ന ബസ് എടുത്തിട്ടാ. നമ്മൾ ആദ്യം വിചാരിച്ചത് മ്യൂസിയം ഒക്കെ പോകാമെന്നായിരുന്നു കേട്ടോ. പക്ഷേ വഴക്കുണ്ടാക്കിയത് കാരണം നമ്മൾ ചെറുതായിട്ടൊന്ന് റൂട്ട് മാറ്റി. പിന്നെ മ്യൂസിയം ഒക്കെ നമ്മളെപ്പോലുള്ളവർക്ക് എൻജോയ് ചെയ്യാൻ പറ്റത്തുള്ളൂ, ഒരിക്കലും കിഡ്സിനൊന്നും എന്താ പറയുക പറ്റത്തില്ല. അങ്ങനെ പോണ വഴിക്ക് ഞങ്ങളിത് വിൻ്റർ ഗാർഡൻ എന്ന് പറഞ്ഞൊരിത്, കാരണം നമ്മൾ ഗൂഗിൾ സെർച്ച് ചെയ്യുമ്പം എന്താ പറയുക ഒരു വിസിറ്റ് ചെയ്യണ സ്ഥലമായിട്ട് വന്ന കേട്ടോ വിൻ്റർ ഗാർഡൻ. എങ്ങനെയാണ് നോക്കാം. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഫാമിലേക്ക് പോകാമെന്ന് വിചാരിച്ചാൽ ഫാം ഏകദേശം 4 മണി വരെ അവിടെ എൻട്രി ഉണ്ട്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഇത് കണ്ടിറങ്ങിയിട്ട് അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചു. ഒരാളെ കണ്ടു, ഒരു ഇൻട്രസ്റ്റും ഇല്ലാതെ നടക്കുന്നത്. ഇന്ന് രാവിലെ മുതൽ നടക്കുന്ന കേട്ടോ, അതിൻ്റെ ഒരു വിഷമമുള്ളൂ. അങ്ങനെ നമ്മൾ വിൻ്റർ ഗാർഡൻ്റെ അകത്ത് കയറി. ഇതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വലിയ ബിൽഡിങ്ങിൻ്റെ അകത്ത് ഇവിടെ ഒരു ചെറിയൊരു എന്താ പറയുക ഒരു ചെറിയ മിനി ഫോറസ്റ്റ് പോലെ എന്ന് പറയുന്നത് കുറേ പ്ലാന്റ്സ് ഒക്കെ നട്ടുപിടിപ്പിച്ച് വെച്ചേക്കുന്നു, അതായിരുന്നു കേട്ടോ. പക്ഷെ ഇതിൻ്റെ തൊള്ളയെല്ലാം നല്ല സ്ട്രോങ് ആയിട്ടുള്ള മരങ്ങളും ഉണ്ട് കേട്ടോ, അതായത് വലിയതാവുന്ന മരങ്ങളും ഉണ്ട്. പക്ഷെ ഇത് ഭയങ്കര രസമാണ് കാണാൻ. കാരണം വൈകുന്നേരങ്ങളിലൊക്കെ ഇവിടെ വന്നിരിക്കാൻ നല്ല രസമായിരിക്കും. കാരണം ഇവിടെ കാഫേസ് ഉണ്ട്, പിന്നെ കുറച്ച് ഷോപ്പിംഗ് കോംപ്ലക്സ് ഒക്കെ ഉണ്ട് കേട്ടോ ഇതിൻ്റെ അകത്ത്. അപ്പോൾ ഒരു കോഫിയോ അങ്ങനെയൊക്കെ വെച്ചിട്ട് വന്നിരിക്കാൻ ഒരു ഡേറ്റിങ്ങും കാര്യങ്ങൾക്കൊക്കെ നല്ല അടിപൊളി ഒരു സ്ഥലമായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. നമുക്ക് സമയം ഉണ്ടായിരുന്നെങ്കിൽ ഇവിടെ ഇരുന്നൊരു കോഫി കുടിക്കാനും അങ്ങനെയൊക്കെ ആണെങ്കിൽ നല്ല ചില്ല് ചെയ്യാനൊക്കെ പറ്റിയൊരു സ്ഥലമാട്ടോ. പിന്നെ ഇത് എന്താ പറയുക ഒന്ന് കാണാം, കാരണം ഇഷ്ടം പോലെ കാണാനുള്ള കുറച്ച് കാഴ്ചകളുണ്ട്. കാരണം ഇങ്ങനൊരു ബിൽഡിങ്ങിൻ്റെ അകത്ത് ഇവർ ഇത്രയും അതും വലിയ വലിയ മരങ്ങളാണ് വെച്ചേക്കുന്നത്. ഈ ചെറിയ ചെറിയ മിനി ഇതൊന്നും അല്ല, ബാംബുവും പിന്നെ അതുപോലെ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഇതൊക്കെയുണ്ട്. ഞാനൊരു മരത്തിൽ ആടിയൊക്കെ നോക്കിയായിരുന്നു കേട്ടോ, അതുകൊണ്ട് നല്ല സ്ട്രോങ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ അവയ്ക്കും പിന്നെ ഇവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ കുറച്ചും കൂടി ഒരു ഇൻട്രസ്റ്റ് ആയി. വെറുതെ വെളിയിൽ കൂടെ നടക്കുന്നതിനേക്കാളും കുറച്ച് പിന്നെ ഇവിടെ കുറച്ച് എന്താ പറയുക പൂക്കളും ഇതൊക്കെ ഉണ്ടെങ്കിൽ അവനിപ്പം ഈ കളേഴ്സ് പറയുന്നതൊക്കെ ഭയങ്കര ഇഷ്ടം. അപ്പോൾ ഓരോന്നിൻ്റെ കളറും ഒക്കെ ചോദിച്ചു കഴിയുമ്പോൾ അത് കുറച്ചും കൂടി എൻഗേജ് ആയിട്ട് വരുന്നുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ കുറച്ചും നടന്നു കഴിഞ്ഞപ്പം ഇവിടെ ഈ ആനിമൽസിൻ്റെ, അതായത് സ്നേക്ക്, എലിഫൻറ്റ് അങ്ങനെയുള്ള സാധനത്തിൻ്റെയൊക്കെ സ്ട്രക്ചർ ഇവർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ പിന്നെയും കുറച്ചും കൂടി ആക്റ്റീവ് ആവാൻ തുടങ്ങി. ഇത്ര നേരം നമുക്ക് പോവാം ഇല്ലെങ്കിൽ അങ്ങനെയൊക്കെ കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക് കുറച്ചും കൂടി ഒരു എനർജി വെച്ച പോലെ ഫീൽ ചെയ്തു ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ. അവിടെ നിന്ന് ഇറങ്ങി നമ്മൾ നേരെ പോയത് ബസ് സ്റ്റോപ്പിലേക്കാണ്. ഇനി സമയം കളയേണ്ട, നമുക്ക് നേരെ ഫാം ഹൗസിലേക്ക് പോവാം. ഞങ്ങളിവിടെ ബസ് വെയിറ്റ് ചെയ്യുക. അന്നേരം കണ്ടില്ല ഒരാൾ മരത്തെ കയറാനുള്ള തന്ത്രപ്പാടിലാണ്, കയറാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുക. അങ്ങനെ 10 മിനിറ്റ് ആയപ്പോഴത്തേക്കും നമുക്ക് പോകാനുള്ള ബസ് വന്നു. അങ്ങനെ നമ്മൾ ബസ്സിൽ കയറി. ഇവിടെ പിന്നെ ഗൂഗിളിൽ നമുക്ക് പോവേണ്ട സ്ഥലം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബസ് സ്റ്റോപ്പിൻ്റെ നമ്പറും ബസ്സിൻ്റെ നമ്പറും എല്ലാം വരും കേട്ടോ. അതുകൊണ്ട് അത് ഭയങ്കര ഈസിയാണ്. ഏത് സിറ്റി ചെന്നാലും നമുക്ക് അങ്ങനെ വലിയ പ്രോബ്ലംസ് ഒന്നും ഉണ്ടാകത്തില്ല. ബസ്സിൽ കയറി കഴിഞ്ഞാൽ മോളിൽ കയറിയിരിക്കുക, അത് ഞങ്ങൾക്ക് മസ്റ്റ്. കാരണം അവയ്ക്ക് ഫ്രണ്ടിൽ തന്നെ സീറ്റ് വേണം. കാരണം ഇവിടെ നിന്നുള്ള വ്യൂ ഒരു രക്ഷയില്ല. അതുപോലെ മാത്രമല്ല ഞാനും ഒത്തിരി എൻജോയ് ചെയ്യുന്നൊരു കാര്യമാണ്. ഇവിടെ ഞങ്ങളൊരു പ്രാവശ്യം ബാത്ത് എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് പോയായിരുന്നു.
അപ്പോഴാണ് ഇതിൻ്റെ ഒരു റിയൽ ബ്യൂട്ടി എനിക്ക് മനസ്സിലായത്. ഈ ഡബിൾ ഡെക്കറിൻ്റെ മുകളിൽ ഇരുന്ന് ട്രാവൽ ചെയ്യണതിൻ്റെ അവിടെ ഒരു രക്ഷയില്ലായിരുന്നു. അവിടെ മാത്രമല്ല ഇവിടെ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ കാണാനായിട്ട്. അങ്ങനെ നമ്മൾ എന്താ പറയുക ഫാം ഹൗസിലെത്തിയപ്പോഴത്തേക്ക് ഏകദേശം 3 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. ഇവിടെ കൂടുതലും വളർത്തു മൃഗങ്ങളാണ്, അതായത് പീക്കോക്ക്, ഹെന്ന്, ഡക്ക്, ഹോഴ്സ്, പിഗ്, ഗോട്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു. പല വെറൈറ്റീസുള്ള ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇവിടെ ചെന്ന ആനിമൽസിനെയും ഇതിനെയൊക്കെ കാണാൻ തുടങ്ങിയപ്പോഴത്തേക്കും അവയുടെ മൂഡ് ഭയങ്കരമായിട്ട് ചേഞ്ച് ചെയ്തു. അവ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാൻ തുടങ്ങി കേട്ടോ. കാരണം കുട്ടികൾക്ക് ഇപ്പം പക്ഷികളും പൂക്കളും മൃഗങ്ങളും ഒക്കെയാണല്ലോ ഭയങ്കര ഇഷ്ടം. പിന്നെ ഇവിടെ അവർ ചെയ്തു വെച്ചേക്കുന്ന നല്ല രസമുണ്ടായിരുന്നു. കുറച്ചും കൂടെ എന്താ പറയുക, നമുക്ക് നടന്ന് കാണാനും ഒക്കെ പറ്റുന്ന രീതിയിൽ ഒരു ചെറിയ ഫൗണ്ടനും അതുപോലെ തന്നെ ചെറിയൊരു കുളവും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊള്ളായിരുന്നു, നല്ലതായിരുന്നു. പിള്ളേർക്ക് നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും. പിന്നെ ഇതെല്ലാം കണ്ടു കഴിഞ്ഞ് നമ്മൾ നേരെ പോയത് കുറച്ച് കോഴികളോടെ ഉണ്ടായിരുന്നു, ഇതെല്ലാം കാണാൻ വേണ്ടിയിരുന്നു. ഇത് കാണുന്നതിൻ്റെ മീൻസ് അങ്ങോട്ട് പോകുന്ന വഴിക്ക് അവിടെ പ്ലേ ഗ്രൗണ്ട് കണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവിടെ കാണാനുള്ള ക്ഷമയൊന്നുമില്ലായിരുന്നു. അതേശേട്ടൻ വിളിച്ചുകൊണ്ട് മാത്രം ഇവിടെ പോയി കുറച്ച് നേരം നോക്കി നിന്നിട്ട് മതി അച്ഛന്ന് പറഞ്ഞിട്ട് അവൻ നേരെ പോയത് പ്ലേ ഗ്രൗണ്ടിലേക്കാണ്. അവിടെ ചെന്നപ്പോഴത്തേക്ക് അവർക്ക് 2 ഫ്രണ്ട്സിനെയും കിട്ടിയിട്ടോ കളിക്കാൻ. പിന്നെ അവരായി അവരുടെ ലോകമായി. പിന്നെ ഞങ്ങളും വിചാരിച്ചു കുറച്ച് നേരം എൻജോയ് ചെയ്യട്ടെ എന്ന്. അത് കഴിഞ്ഞാൽ അവർ വീട്ടിലേക്ക് പോകാൻ തുടങ്ങിയപ്പോഴത്തേക്കും പിന്നെ ഞങ്ങൾ വിചാരിച്ചു ഓക്കെ നമുക്ക് കുറച്ച് മീൻസ് വന്ന് ബാക്കി ആനിമൽസിനെയും കൂടെ കാണാമെന്ന് വിചാരിച്ച് ഞങ്ങൾ ഇറങ്ങി. പിന്നെ ഇത് ഹോഴ്സ് അല്ല കേട്ടോ, പോണി എന്ന് പറഞ്ഞ ആനിമലാണ്. അതായത് ഹോഴ്സ് പോലെ തന്നെ ഇരിക്കും, ഹോഴ്സിൻ്റെ ചെറിയ വേർഷൻ എന്ന് വേണേൽ നമുക്ക് പറയാം. ഇതിനെ വിളിക്കുന്ന പോണി എന്നാട്ടോ. അങ്ങനെ കുറേ ചെമ്മരിയാടും അങ്ങനെയുള്ള കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇവിടെ ഇതിന് നമുക്ക് തീറ്റ മേടിക്കാൻ കിട്ടും കേട്ടോ, ഇതിന് കൊടുക്കാൻ വേണ്ടി. അത് മേടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിനെ ഫീഡ് ചെയ്യാം, അല്ലാതെ നമ്മൾ പുറത്തുനിന്ന് കൊണ്ടുവരുന്ന ഫുഡൊന്നും ഇതിന് കൊടുക്കാൻ പറ്റില്ല. പിന്നെ ഇവിടെ ഇങ്ങനെ ഇവർ പുല്ലും അങ്ങനെയുള്ള കാര്യങ്ങളാണ്. പിന്നെ ഇവർ ഗസ്റ്റ് വരുമ്പോൾ ഇതുങ്ങൾക്ക് അറിയാം നമ്മളിത് ഫുഡ് കൊടുക്കും എന്നുള്ളത്. കാരണം എല്ലാവരും ആൾക്കാരെ കണ്ടു കഴിയുമ്പോഴത്തേക്ക് ഇങ്ങനെ അടുത്തേക്ക് അട്രാക്ട് ചെയ്ത് വരും കേട്ടോ. പിന്നെ അവ ഇവിടെ ഐസ്ക്രീം കഴിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു ആട് വരുന്നുണ്ട്, ഇപ്പം അവയുടെ ഐസ്ക്രീം മേടിക്കുമെന്ന് പറഞ്ഞപ്പോഴത്തേക്കും അവ ഓടിപ്പോരുന്നതാണ് ഈ കാണുന്നത്. അങ്ങനെ അതെല്ലാം കണ്ടു കഴിഞ്ഞ് കുറച്ച് നടന്നു കഴിഞ്ഞപ്പോഴാണ് ഇങ്ങനൊരു സ്ഥലം കണ്ടത്. ഇവിടെ ചെറിയൊരു പോണ്ടും പിന്നെ അതിനോട് സംബന്ധമായ കുറച്ച് കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. കുറച്ച് നടക്കാനൊക്കെ പറ്റിയ സ്ഥലമായിരുന്നു കേട്ടോ. പിന്നെ ഇവിടെ ആനിമൽസ് മാത്രമല്ല, ഇവരിവിടെ പൂവിൻ്റെ തൈകൾ പൂച്ചെടികളും അതുപോലെ തന്നെ പച്ചക്കറി തൈകളൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പം അതിൻ്റെ കൃഷിഭാഗങ്ങളും ഒക്കെ ആയിരുന്നു. അവിടുത്തെ കുറേ വർക്കിംഗ് മെറ്റീരിയൽസും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളും പിന്നെ അവരിവിടെ ബഡ് ചെയ്തതിൻ്റെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞങ്ങൾ കുറച്ച് നേരം നോക്കിക്കണ്ടു. അത് കഴിഞ്ഞത് ആടിൻ്റെ അടുത്തെത്തിയപ്പോഴാണ് അവയ്ക്കിതേ പിന്നെയും ആടിന് ഫുഡ് കൊടുക്കുന്നത് കണ്ടപ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റ്. പിന്നെ അവിടെ നിന്ന് ഒരു ഇതുപോലെ നമ്മളെപ്പോലെ തന്നെ വന്ന വിസിറ്റർ അവർ പറഞ്ഞു വേണമെങ്കിൽ ഇത് ഇന്ന് എടുത്തോന്ന് പറഞ്ഞിട്ട് ഞാൻ അവയുടെ കയ്യിൽ കൊടുത്തു. അവ ആദ്യം ഒന്ന് കൊടുത്തു, പിന്നെ അവയ്ക്ക് തീരെ അത് ഇങ്ങനെ നക്കുമ്പോൾ ഒരു പ്രത്യേക സെൻസേഷൻ ആണല്ലോ നമ്മുടെ കൈക്ക്. അങ്ങനെ കുറച്ചേരം അവി അതിനൊക്കെ കൊടുത്തു. അവയ്ക്ക് പിന്നെ അത് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിട്ടോ. പിന്നെ താഴെ ഇത് വീണ് പോയതും ഒക്കെ എടുത്ത് അവി കൊടുക്കാൻ വേണ്ടി തുടങ്ങി. അതും ഫുള്ളായിട്ടൊന്നുമല്ല, ഓരോന്നോരോന്നായിട്ടാണ് അവി കൊടുക്കുന്നത് ആടിന്. എന്നെ വെച്ചിട്ടത് എങ്ങനെ വെച്ചിട്ടുണ്ടേ അങ്ങനെ നമ്മൾ പോരാൻ വേണ്ടി തുടങ്ങിയപ്പോഴാണ് അവർ പറഞ്ഞത് ഇവിടെ ചെറിയ ചെറിയ ആനിമൽസ്, അതായത് ഗിനി പിഗ്, റാബിറ്റ്, സ്നേക്ക്, ഫ്രോഗ് അങ്ങനെയൊക്കെ കുറച്ച് സാധനങ്ങളുടെയും കൂടി ഉണ്ടെന്ന്. അങ്ങനെ നമ്മൾ അതൊക്കെ കണ്ടു കഴിഞ്ഞ് പയ്യെ ഇറങ്ങാൻ വേണ്ടി തുടങ്ങിയപ്പോഴാണെങ്കിൽ ഒരാൾ ഭയങ്കര കരച്ചിൽ, ഒരു രക്ഷയുണ്ടായിരുന്നില്ല. എങ്ങനെയൊക്കെയോ വലിച്ചു പിടിച്ചാണ് അവനെ വീട്ടിൽ കൊണ്ടുവന്നത്. അങ്ങനെ കറുത്തെല്ലാം കഴിഞ്ഞ് നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ കുറച്ച് കുക്കിംഗ് പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. കാരണം ഇന്ന് നമുക്ക് കട്ടിംഗ് ബോർഡും കത്തിയൊന്നും കിട്ടിയിട്ടില്ല. പിന്നെ ഞാൻ ചിക്കൻ എടുത്ത് പരട്ടി വെച്ചു, ഫ്രൈ ചെയ്യാമല്ലോ, എണ്ണ ഇരിപ്പുണ്ട് ഇവിടെ. അപ്പോൾ ഞാൻ വെച്ച് ഫ്രൈ ചെയ്യാം. പിന്നെ ഇവിടെ അടുത്ത് തന്നെ ഒരു മലയാളി റെസ്റ്റോറൻറ്റ് ഉണ്ടെന്ന് വെച്ചിട്ട് മുന്നേ അവിടെ എന്തെങ്കിലും കറി മേടിക്കാം, ചോറ് നമുക്ക് ഇവിടെ ഉണ്ടാക്കുകയും ചെയ്യാം. അപ്പോൾ അങ്ങനെ പരിപാടിയൊക്കെയാണ്. പിന്നെ ഇതുണ്ടല്ലേ അച്ഛനും മോനും കൂടെ വന്നതേ ടി വി വെച്ച് ഓരോ പരിപാടിയിലേക്ക് കയറിയിട്ടുണ്ട്. അവി ഞാനും പോയി ഒന്ന് ഫ്രഷ് ആയിട്ട് വരട്ടെ. അച്ഛനും ഇവിടെ ഫ്രഷ് ആയിട്ട് ഇരിപ്പുണ്ട്. അവി കുളിക്കാൻ പോവാം. അപ്പോൾ ഞങ്ങൾ പോയിട്ട് വരട്ടെ, എന്നിട്ട് നമുക്ക് കുക്കിംഗ് ഒക്കെ ചെയ്യണം. ശരി. അങ്ങനെ ഞാൻ ഫ്രഷ് ആയിട്ട് വന്നു കേട്ടോ. നല്ല ചൂടുണ്ട്. നമ്മുടെ നോർവേജിനേക്കാളും നല്ല ചൂടാട്ടോ ഇവിടെ ഷെഫീൽഡിൽ. എനിക്ക് ഫീൽ ഞാൻ ജസ്റ്റ് കുക്ക് ചെയ്യാൻ കയറിയതാണ്. കാരണം നമ്മൾ എടുത്തേക്കുന്ന സ്റ്റുഡിയോ ഫ്ലാറ്റ് ആയതുകൊണ്ട് ബെഡ്റൂമും കിച്ചണും എല്ലാം തന്നെ ഒറ്റ ഇതിലാണ് വരുന്നത്. അപ്പോൾ നേരത്തെ കുക്ക് ചെയ്ത് വെച്ചില്ലെങ്കിൽ പിന്നെ കിടക്കാൻ നേരം ആകുമ്പോഴത്തേക്കും ഭയങ്കര ചൂടായിരിക്കും. പിന്നെ ഞാൻ വിചാരിച്ചു ചിക്കൻ വറുത്ത് വെക്കുകയും പിന്നെ
ചോറും ഉണ്ടാക്കി വെക്കാലോ. അത് കഴിഞ്ഞിട്ട് ബാക്കി പരിപാടിക്ക് പോവാം എന്ന് വിചാരിച്ചു. ഇരിക്കുമോ റെസ്റ്റ് എടുക്കുമോ എന്തെന്ന് ചെയ്യാം. കാരണം എനിക്ക് പരിപാടി ഇങ്ങനെ ഇട്ടിട്ട് ഇരിക്കാലോ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യം. പിന്നെ ബാക്ക്ഗ്രൗണ്ടിൽ എന്തെങ്കിലും സൗണ്ട് കേൾക്കുന്നു. അവിടെ അച്ഛനും മോനും കൂടി ഇരുന്ന് പാണ്ടിപ്പട സിനിമ കണ്ടുകൊണ്ടിരിക്കുക. നല്ല കോമഡിയാണല്ലോ. അപ്പോൾ ആ പരിപാടിയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അവരുടെ വകയായിട്ട്. അപ്പോൾ കുക്ക് ചെയ്ത് വെക്കട്ടെ, അത് കഴിഞ്ഞ് നമുക്ക് കാണാം. അപ്പം ഇതാണ് നമ്മൾ ഇന്നത്തെ ഡിന്നർ. ചോറും ചിക്കൻ വറുത്തതും ഞാനിവിടെ ഉണ്ടാക്കി. പിന്നെ തൈര് നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ പരിപ്പും വേറൊരു കറിയും കൂടെ അജേഷിയുടെ വെളിയിൽ നിന്ന് ഓർഡർ ചെയ്തു. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിഞ്ഞ് ചുമ്മാ ഇരിക്കുക കേട്ടോ. കുറേ ദിവസം കൂടി, അതായത് 2 ദിവസം ആയല്ലോ നമ്മളിപ്പോൾ പുറത്തുനിന്ന് തന്നെ കഴിക്കണം. അടുത്തായിരുന്നു. അവയാണെങ്കിൽ രാവിലെ തൊട്ട് ദോശ ചോദിക്കാൻ തുടങ്ങിയായിരുന്നു. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് നമ്മളിത് ചുമ്മാ ഒരു സിനിമയൊക്കെ കാണാമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ്. നാളെ രാവിലെ ഇനി പോകണം. നാളെ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവാം കേട്ടോ. അപ്പം നാളെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് കാണാൻ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ, ടാറ്റാ.